നമസ്കാരം. ഞാൻ തള്ളു തങ്കപ്പൻ. ഞാൻ ഇന്നൊരു ഗുണപാഠമാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാൻ പോണത്. ഈ തങ്കപ്പൻ പറയണത് കേട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം. ഇത് പഴയ ആൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കഥയാണ്. ഇപ്പൊ പറയണത് അറിഞ്ഞൂടാത്തവന്മാർക്ക് വേണ്ടിയാണ്. അപ്പൊ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള കരമന ആറ്റിന്റെ ഇറക്കത്തിൽ മുമ്പ് ഭയങ്കര കാടായിരുന്നു. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി, പൂച്ച, അണ്ണ, എൻ്റെ അമ്മച്ചി, ഒരു അണ്ണാനെന്നൊക്കെ പറഞ്ഞാൽ അതാ എത്ര ഉണ്ട്. അപ്പൊ അവിടെ ഉള്ള കിള്ളിപ്പാലത്തിന്റെ അടുത്താണ് നമ്മുടെ ഗോവിയണ്ണൻ താമസിച്ചിരുന്നത്. ഗോവിയണ്ണന് വിറവ് കെട്ടായിരുന്നു ജോലി. ഗോവിയണ്ണന്റെ ഭാര്യ രമചേച്ചിയും 2 പെമ്മക്കളും. ഈ അണ്ണ ഈ വിറക് വെട്ടിയാണ് ഈ 2 പെമ്മക്കളെയും അന്നത്തെ കാലത്ത് 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചത്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം നമ്മുടെ രമചേച്ചി വന്ന് അണ്ണന്റെ അടുത്ത് പറഞ്ഞു, എന്നേ നിങ്ങൾ ഈ വിറക് വെട്ടി ഒരു ദിവസം ക്ഷയം പിടിച്ച് നിങ്ങളങ്ങ് ചാവും. എനിക്കാണെങ്കിൽ വേറെ കല്യാണം കഴിക്കാനും വയ്യ. പൊമ്പിള്ളേരാണെങ്കിൽ പ്രായമായിട്ട് വരുന്നു. ഞാൻ ഒരു കാര്യം പറയണത് കേക്കി, ഞാൻ വല്ല വീട്ടു ജോലിക്കും പോവാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു സായിപ്പ് വന്നിട്ടുണ്ട്. അവിടെ വീട്ടു ജോലിക്ക് പോയാൽ നല്ല പൈസ കിട്ടും. ഇത് കേട്ടത് നമ്മുടെ ഗോപി അണ്ണന് കലിയിളക്കി. അണ്ണൻ ചാടി എണീറ്റിട്ട് പറഞ്ഞ്, നീ വീട്ടു ജോലിയുടെ കാര്യം മിണ്ടി പോകരുത്. നീ വീട്ടു ജോലിക്ക് പോകണമെങ്കിൽ പിന്നെ ഈ പടിയിൽ വന്ന് ചവിട്ടാൻ പാടില്ല. അണ്ണന്റെ ഈ കലി കണ്ടപ്പോഴും ചേച്ചി വാടി വീട്ടിനകത്ത് കയറി കളഞ്ഞു. അങ്ങനെ കാലം കുറേ പോയി. അങ്ങനെ നമ്മുടെ ഗോപി അണ്ണനും ചേച്ചിക്കും വയസ്സായി. മൂത്ത മോക്കാണെങ്കിൽ കല്യാണ പ്രായവുമായി. ഒരു കല്യാണാലോചന വരികയും ചെയ്ത് ഇവരങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞ് കല്യാണം. നമ്മുടെ ഗോപിയണ്ണന്റെ സമാധാനം അത്രയും പോയി. ഈ വിറക് വെട്ടി എൻ്റെ ഊപ്പാട് വരുന്നതല്ലാതെ ഒരു ഗുണവും ഇല്ല. ഇത് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ചേച്ചി വന്ന് വീണ്ടും ചൊറിഞ്ഞത്. അണ്ണാ, ഞാൻ പറയുന്നത് കേക്കി, ഞാൻ വല്ല വീട്ടു ജോലിക്കും പോവാ. ഇത് കേട്ടതും നമ്മുടെ അണ്ണൻ ഡൈവടിച്ച് ചാടി എണീറ്റ് ചപ്പാക്കുറ്റി നോക്കി ഒരൊറ്റ ആടി. നീ ഇനി വീട്ടു ജോലിയുടെ കാര്യം ഇവിടെ മിണ്ടി പോരുത്. എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ വാക്ക് കേൾക്കാതെ വീട്ടു ജോലിക്ക് പോയത് കൊണ്ടാണ് ഞാൻ ഉണ്ടായത്. മനസ്സിലായില്ലേ കാര്യം? അതുകൊണ്ട് വല്ല മൂലയ്ക്കും പോയിരി. ഇതും പറഞ്ഞുകൊണ്ട് അണ്ണൻ കോടാലി എടുത്തുകൊണ്ട് നേരെ കരമനാറ്റിൻ്റെ അടുത്തോട്ട് ഓടി. അപ്പൊ നമ്മൾ വിചാരിക്കും ഭാര്യയോട് വഴക്കൂടിയോണ്ട് കരമനാറ്റി ചാടി ചാവാനായിരിക്കും. അതൊന്നുമല്ല. അവിടെ നിന്ന് ഒരു മരത്തിന്റെ മൂട്ടിൽ അണ്ണൻ വെട്ടോട് വെട്ട്, ഇരുട്ട് വെളുക്ക വെട്ടോട് വെട്ട് വെട്ടിക്കൊണ്ടിരുന്നപ്പോ അണ്ണന്റെ കയ്യിൽ നിന്ന് കോടാലി വഴുതി നേരെ ആറ്റിലോട്ട് പോയി വീണ്. അത് കണ്ടത് അണ്ണൻ കരച്ചിലോട് കരച്ചിൽ. ഇനി ഞാൻ എന്തിനു ചെയ്യും? ഈ കോടാലി ഇല്ലാതെ ഞാൻ വീട്ടിൽ പോയ തിന്നാ എന്തിനു ചെയ്യും? വരുമാനം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊണ്ണും പിള്ള നേരെ വീട്ടു ജോലിക്ക് ഇറങ്ങും. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അണ്ണൻ കരഞ്ഞുകൊണ്ട് ആ മരത്തിന്റെ മൂട്ടി കയറിയിരുന്നു. അണ്ണൻ കരഞ്ഞുകൊണ്ടിരുന്നതിന്റെ കുറച്ചപ്പുറത്ത് ഉച്ചയ്ക്കുള്ള തീറ്റയും കഴിഞ്ഞ് ഇത്തിരി നടുവ് നിവർത്താന്ന് പറഞ്ഞ് വനദേവത കിടക്കുകയായിരുന്നു. ഈ അണ്ണന്റെ അലന്ന ഈ കരച്ചിൽ കേട്ടപ്പോഴ് വനദേവത ചാടി എണീറ്റ്. എന്നിട്ട് അണ്ണന്റെ മുമ്പിൽ വന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എന്തിരണ്ണ കാര്യം? അണ്ണ ഉള്ള കാര്യം അത്രയും പറഞ്ഞു തീരുന്നതിന് മുമ്പ് വനദേവത ആറ്റിലോട്ട് എടുത്ത് ഒരൊറ്റ ചാട്ടം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളി കോടാലിയും കൊണ്ട് പൊങ്ങി വന്ന്, അണ്ണാ, ഇത് എന്നെ അണ്ണന്റെ കോടാലി. അണ്ണൻ വെള്ളി കോടാലി കണ്ടതും, ഇതല്ല എൻ്റെ കോടാലി. അത് കേട്ടത് വനദേവത കോടാലി അവിടെ എടുത്ത് വീണ്ടും ഒരു ചാട്ടം. വീണ്ടും ഒരു സ്വർണ്ണ കോടാലിയും കൊണ്ട് പൊങ്ങി വന്നു, അണ്ണാ, ഇത് എന്നെ അണ്ണന്റെ കോടാലി. അപ്പൊ സ്വർണ്ണ കോടാലി കണ്ടതും അണ്ണൻ പറഞ്ഞു, അയ്യോ, ഇതല്ല എൻ്റെ കോടാലി. ഉടനെ വനദേവത എന്തിരേതു? സ്വർണ്ണ കോടാലി എടുത്ത് അവിടെ ഇട്ടിട്ട് വീണ്ടും എടുത്തു ഒരൊറ്റ ചാട്ടം. പിന്നെ ഒറിജിനൽ അണ്ണന്റെ കോടാലിയും കൊണ്ട് പൊങ്ങി വന്ന്, അണ്ണാ, ഇത് എന്നെ നിങ്ങളുടെ കോടാലി. അപ്പൊ അണ്ണന്റെ ഒറിജിനൽ കോടാലി കണ്ടപ്പോ അണ്ണൻ ഹാപ്പിയായി. ഇത് എന്നെ എൻ്റെ കോടാലി, കണ്ടില്ലേ കറുത്തുരുണ്ടിരിക്കുന്നത്? അപ്പൊ വനദേവത പറഞ്ഞ്, ഈ അലന്ന കോടാലിക്ക് വേണ്ടിയാ ഞാൻ 3 പ്രാവശ്യം എടുത്ത് ആറ്റി ചാടിയത്. അപ്പൊ അണ്ണൻ പറഞ്ഞ്, എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ഈ കോടാലിയെ സ്നേഹിക്കണത്. ഞാനും എൻ്റെ പെണ്ണുമ്പിള്ളയും മക്കളും തിന്നി കിടക്കണത് ഈ കോടാലി വെച്ചിട്ടാണ്. അപ്പൊ അണ്ണന്റെ സത്യസന്ധത കണ്ടപ്പം നമ്മുടെ വനദേവതയ്ക്ക് നല്ല ബോധിച്ച്. വനദേവത എന്ത് ചെയ്ത്? കയ്യിലിരുന്ന വെള്ളിക്കോടാലിയും സ്വർണ്ണ കോടാലിയും കൂടെ എടുത്ത് അണ്ണന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ്, ഇന്നാ കൊണ്ട് അടിച്ചു പൊളിച്ചോ. എന്നിട്ട് വനദേവത അങ്ങ് മാഞ്ഞുപോയി. അണ്ണ ഈ കോടാലിയും എല്ലാം കൊണ്ടുപോയി വിറ്റ് വറക്കി മോളയും കെട്ടിച്ചു വിട്ട് ഒരു കൂറ്റം വീടും വെച്ച്. അണ്ണ ഈ കൂറ്റം വീട് വയ്ക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണും പിള്ള ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ വീട്ടു ജോലിക്ക് പോട്ടാ എന്നല്ലേ ചോദിക്കണത്. ഈ കൂറ്റം വീട് തൂത്ത് പറക്കി അവളെ നടുവൊടിഞ്ഞ് അവിടെ കിടന്നോളും. അപ്പൊ പിന്നെ വേറെ ജോലിക്ക് പോകാനും അവൾക്ക് പറ്റൂല. എങ്ങനെ ഉണ്ട് അണ്ണന്റെ ഐഡിയ? അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞു വന്ന ഗുണപാഠം എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെങ്കിലും നിങ്ങൾക്കൊരു നന്മ വരും. അപ്പൊ ഈ തങ്കപ്പൻ പോയിട്ട് വരട്ടാ.